നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബീർബൽ കഥയാണ്. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പണ്ഡിതരിൽ ഒന്നാമനാണ് ബീർബൽ. സാധു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മഹേഷ് ദാസ് എന്ന വ്യക്തിയാണ് ബീർബലായി മാറിയത്. മഹേഷ് ദാസ് ആകസ്മികമായി അക്ബർ മഹാരാജാവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയിൽ സംതൃപ്തനായ അക്ബർ മഹാരാജാവ് അദ്ദേഹത്തെ തൻ്റെ സദസ്സിനാക്കുകയും ചെയ്തു. ബീർബൽ എന്ന പേരിലാണ് മഹേഷ് ദാസ് പ്രശസ്തനായത്. നല്ല ഭരണാധികാരി, പഴുതുറ്റ ന്യായാധിപൻ, മികച്ച പടയാളി, സഹൃദയനായ കവി എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ബീർബൽ അക്ബറുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളാണ്. അക്ബർ മഹാരാജാവിനെ ഉപദേശിക്കുവാനും സഹായിക്കുവാനും വിമർശിക്കുവാനും തിരുത്തുവാനുമൊക്കെ ബീർബലിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ബീർബൽ ബ്രഹ്മ എന്ന തൂലികാനാമത്തിൽ രചിച്ച മനോഹരമായ കവിതകൾ ഭരത്പൂർ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ മുഗൾ ഭരണകാലത്തെ പ്രശസ്തനായ ബീർബൽ എന്ന സാഹിത്യകാരൻ്റെ ഒരു കഥയാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആ കഥ ഇതാണ്. അക്ബർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പണ്ഡിതസഭ നടക്കുകയാണ്. ബീർബലിനോട് അക്ബറിന് വളരെയധികം സ്നേഹമുണ്ട്, വളരെയധികം അടുപ്പമുണ്ട്. അത് മനസ്സിലാക്കിയ മന്ത്രിമാരിൽ ഒരാളെ ബീർബലിനോട് അസ്വാലുവാക്കി. ഒരിക്കൽ രാജസദസ്സിൽ വച്ച് ആ മന്ത്രി ബീർബലിനെ വെല്ലുവിളിച്ചു. താൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയാത്ത പക്ഷം ബീർബലിനെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിപ്പായിക്കണമെന്ന് ആ മന്ത്രി അക്ബർ മഹാരാജാവിനോട് അപേക്ഷിച്ചു. ബീർബലിൻ്റെ ബുദ്ധിയിൽ വിശ്വാസമുള്ള അക്ബർ മഹാരാജാവ് അത് സമ്മതിച്ചു. ബീർബലും ആ വെല്ലുവിളി ഏറ്റെടുത്തു. മന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ ചോദ്യം, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? രണ്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ കേന്ദ്രം എവിടെയാണ്? മൂന്നാമത്തെ ചോദ്യം, ലോകത്തിൽ എത്ര ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്? രാജാവും സദസ്യരും ഈ ചോദ്യങ്ങൾ കേട്ട് അമ്പരന്നു. എന്നാൽ ബീർബൽ അമ്പരന്നില്ല. അദ്ദേഹം ഉടനെ തന്നെ ഒരു ചെമ്മരിയാടിനെ സദസ്സിൽ ഹാജരാക്കി. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, മഹാരാജാവേ, മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ദാ ഈ ചെമ്മരിയാടിൻ്റെ ദേഹത്തുള്ള രോമങ്ങളുടെ എണ്ണം എത്രയാണോ അത്രയും നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. ഈ മന്ത്രിക്ക് സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ കേന്ദ്രം എവിടെയാണ്? കൊട്ടാരത്തിൻ്റെ തറയിൽ 2 വര വരച്ചു. അതിനിടയിലൊരു ഇരുമ്പ് ദണ്ട് വെച്ച് ബീർബൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇതാണ് ഭൂമിയുടെ കേന്ദ്രം. വിശ്വാസമാകുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന് തന്നെ അളന്നു നോക്കാവുന്നതേയുള്ളൂ. ബീർബൽ തുടർന്നു, മഹാരാജാവേ, ഉത്തരം പറയാൻ ഏറ്റവും വിഷമമുള്ളതാണ് മന്ത്രിയുടെ 3ാമത്തെ ചോദ്യം. കാരണം ആണുങ്ങളും പെണ്ണുങ്ങളുമല്ലാതെ നമ്മുടെ മന്ത്രിയെപ്പോലെ ആണും പെണ്ണും കെട്ടവർ ലോകത്ത് ധാരാളമുണ്ട്. ആ വർഗത്തെ ഒന്നാകെ തൂക്കിക്കൊന്നാൽ അവശേഷിക്കുന്നവരിൽ ആണും പെണ്ണും എത്രയെന്ന് കൃത്യമായി പറയാനാവും. ബീർബലിൻ്റെ മറുപടി കേട്ട് അക്ബർ മഹാരാജാവും സദസ്യരും പൊട്ടിച്ചിരിച്ചു. ലജ്ജിതനായ മന്ത്രി ആരോടും പറയാതെ നാട് വിട്ടു പോവുകയും ചെയ്തു. ഇത് ബീർബലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയാണ്. ഇത്രമാത്രം. നന്ദി, നമസ്കാരം.